കണ്ണൂർ വേബ്സിന്റെ അനുബന്ധ സംരംഭമായ നീലാംബരി വേബ്സ് മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി, സാമൂഹിക പ്രവർത്തകനും വ്യവസായ പ്രമുഖനും കെ ഗ്രൂപ്പ് ചെയർമാനുമായ കെ മോഹൻദാസ് എന്നിവരെ ആദരിച്ചു. ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ നിർവഹിച്ചു. ശ്മശാനത്തിന് സമമാണ് നാളെ മഹാകവി കബീർദാസ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും സംഗീതമുണ്ട്. എല്ലാവർക്കും പാടാൻ കഴിയണമെന്നില്ല, പക്ഷേ ആസ്വദിക്കാത്തവരായി ആരുമില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ അങ്ങനെ ആസ്വദിക്കാൻ കഴിയാത്ത സംഗീതം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ മനുഷ്യരല്ല എന്ന് പറയുന്നത്. ഇതാണ് കബീർദാസ് പറഞ്ഞത്, ശ്മശാനത്തിന് സമമാണ് എന്നുള്ളതാണ്. അങ്ങനെ സംഗീതത്തിന് പല പ്രത്യേകതകളുണ്ട്. ആ സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, രംഗത്തുള്ള പ്രതിഭകളെ വളർത്തുന്നതിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂർ വേബ്സ് ഏറെ മഹത്തായ കർമ്മമാണ് ഇവിടെ നിർവഹിച്ചു പോകുന്നത്. ഇന്ന് ഏറെ ബഹുമാന്യായ ശ്രീകുമാരൻ തമ്പിയെ അതുപോലെ കെ മോഹൻദാസിനെ ആദരിക്കുകയാണ്. ഹൃദയ കാവ്യങ്ങളുടെ കവി, ഹൃദയരാഗങ്ങളുടെ കവി എന്നറിയപ്പെടുന്ന ശ്രീകുമാരൻ തമ്പി. അദ്ദേഹം തൻ്റെ ചെറുപ്രായത്തിലെ ഈ രംഗത്തുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 19ാമത്തെ വയസ്സിൽ മാലാഖയും ബാക്കി മാലാഖി പുസ്തകം അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്, കുറേ മാലാഖയും എന്ന രീതിയിൽ. 19ാമത്തെ വയസ്സിൽ തന്നെ ഒരു കവിതാ സമാഹാരം ഇറക്കിയ ഒരു മഹത് വ്യക്തിത്വമാണ്. ചെറിയ പ്രായത്തിൽ തൻ്റെ മനസ്സിൽ കുറിച്ചിട്ട കാവ്യ പുസ്തക രൂപത്തിൽ 1000 പുസ്തകങ്ങൾ ഇറക്കി. പിന്നീട് ഒരുപാട് 3000-ഓളം സിനിമകൾക്ക് 3000-ഓളം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഞാൻ 26ാമത്തെ വയസ്സിൽ എഴുതി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ 25ാമത്തെ വയസ്സിൽ എഴുതി തുടങ്ങി. 26 വയസ്സിലാണ് പടം പുറത്തു വന്നത്. അന്ന് മുതൽ ഇതല്ലേ 2026 എന്ന് പറയുന്നത് എൻ്റെ സിനിമയിലെ 60ാം വർഷമാണ്. ആ ഒരു കണ്ട് ഇതൊരു നിസ്സാര കാര്യമല്ല. ഇവിടെ നിങ്ങൾ കേട്ട പാട്ടുകൾ, ഇനി ഇവിടെ കുട്ടികൾ പാടാൻ പോകുന്ന പാട്ടുകൾ ഒക്കെ തന്നെ പലതും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 27-ും 28-ും വയസ്സിൽ എഴുതിയിട്ടുള്ളത്. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനി എന്ന് പറയുന്ന പാട്ടിൻ്റെ ഏറ്റവും അധികം കീർത്തികളുടെ പാട്ടുകളിലൊന്നാണ്. അത് ഞാൻ എഴുതിയത് എൻ്റെ 27ാമത്തെ വയസ്സിലാണ്. അതുപോലെ കേരളയിൽ ബാബുക്ക, ഞങ്ങൾക്ക് ബാബുക്ക എന്ന സ്നേഹത്തോട് വിളിക്കുന്ന MS ബാബുരാജിൻ്റെ ഈണത്തിൽ വളരെ സൂപ്പർഹിറ്റായ അകലെ അകലെ നീലാകാശം എന്ന പാട്ട് 28ാമത്തെ വയസ്സിലാണ്. പക്ഷെ ഈ പാട്ടുകളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്നും റിയാലിറ്റി ഷോസിൽ കൊച്ചുകുട്ടികൾ ആ പാട്ടുകൾ പാടുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതവും സഫലമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു
ഗാനം എഴുതുമ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം ആ പാട്ട് ആ സിനിമയിലെ പ്രത്യേക മുഹൂർത്തത്തിൽ മാത്രം പ്രയോജനപ്പെട്ടാൽ പോരാ. ആ സിനിമ കണ്ട് മറന്നു കഴിഞ്ഞാൽ മലയാളികൾ, സംഗീതത്തെ ആരാധിക്കുന്ന മലയാളികൾ ആ പാട്ട് ഓർമ്മിക്കണം. അങ്ങനെ ഓർമ്മിക്കണമെങ്കിൽ അതിനൊരു ശാശ്വതമായ സ്ഥാനമാണ്. കെ പ്രമോദ്, ഒ എൻ രമേശൻ, കെ പി ശ്രീശൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂരിന്റെ പേര് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും കണ്ണൂരിന്റെ പ്രതിനിധി എന്ന നിലയിൽ കണ്ണൂരിനെ വളർത്തിയ ബഹുമാനായ PT ലക്ഷ്മണേട്ടനെ അനുസ്മരിക്കാൻ കിട്ടിയ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. PT ലക്ഷ്മണേട്ടൻ നമുക്കറിയാം, അലവിൽ പൂവേൽ തറവാട്ടിലാണ് ജനിക്കുന്നത്. കുമാരൻ രോഹിണി ദമ്പതികളുടെ 4 മക്കളിൽ ഒരാളായി 10/2/1935 അദ്ദേഹത്തിന്റെ ജനനം. പ്രൈമറി വിദ്യാഭ്യാസം കോർജ UP സ്കൂൾ. അതിനുശേഷം ലക്ഷ്മണേട്ടന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം ചിറക്കൽ രാജാസ് സ്കൂളിൽ അദ്ദേഹത്തെ പഠിപ്പിക്കണമെന്ന പിതാവിന്റെ ആഗ്രഹപ്രകാരം ചിറക്കൽ രാജാസ് സ്കൂളിലേക്ക് തുടർ വിദ്യാഭ്യാസത്തിനായി ചേർക്കുകയാണ്. വിദ്യാഭ്യാസം കക്കാടുള്ള അച്ഛൻ്റെ വീട്ടിൽ നിന്ന് രാജാസ് സ്കൂളിന്റെ ദൂരം കണക്കിലെടുത്തുകൊണ്ട് പള്ളിക്കുന്നിലെ വീട്ടിലേക്ക്, ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.